പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സുരക്ഷയിൽ വിദേശത്തുണ്ടായ ഗുരുതരമായ വീഴ്ചയെ രാജ്യം അതീവ ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത്. അതീവ സുരക്ഷയുള്ള ഹോട്ടലിൽ ഇന്ത്യ വിരുദ്ധ ശക്തികൾ എങ്ങനെ നുഴഞ്ഞു കയറി എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ട് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ആഗോളതലത്തിൽ തന്നെ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ഭാരതത്തിന്റെ നായകന്റെ സുരക്ഷയിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലെന്ന ശക്തമായിട്ടുള്ള സന്ദേശമാണ് ഇതിലൂടെ രാജ്യം നൽകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയ സന്ദർശനത്തിനിടയിൽ താമസിച്ച ഹോട്ടലിൽ തീവ്ര വലതുപക്ഷവാദി ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യം മുഴക്കിയതാണ് ഇപ്പോഴത്തെ വിവാദങ്ങൾക്ക് കാരണം. പ്രധാനമന്ത്രി ഹോട്ടലിന്റെ ലോബിയിൽ നിന്ന് നടന്നു നീങ്ങിയ തൊട്ടടുത്ത നിമിഷങ്ങളിൽ ഹ്യൂഗോ ലെനോൺ എന്ന തീവ്രവാദി ബഹളം വെച്ചുകൊണ്ട് അവിടെ വന്നു. ഓസ്ട്രേലിയയിൽ ഇന്ത്യക്കാരുടെ കുടിയേറ്റം അവസാനിപ്പിക്കണമെന്നും ഈ രാജ്യം ഓസ്ട്രേലിയക്കാർക്ക് മാത്രമുള്ളതാണെന്നും വിളിച്ചു പറഞ്ഞായിരുന്നു ഇയാൾ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. ഹോട്ടലിന്റെ ബാൽക്കണിയിൽ നിന്ന് മുദ്രാവാക്യം വിളിച്ച ഇയാളെ ഓസ്ട്രേലിയൻ പോലീസ് പിന്നീട് നീക്കിയെങ്കിലും പ്രധാനമന്ത്രിയുടെ തൊട്ടടുത്ത് വരെ ഇയാൾക്ക് എങ്ങനെ എത്താൻ കഴിഞ്ഞു എന്നതിൽ ദുരൂഹത തുടരുകയാണ്. അതീവ സുരക്ഷാ വലയത്തിലുള്ള ഒരു അന്താരാഷ്ട്ര ഹോട്ടലിലേക്ക് ഇത്തരമൊരു തീവ്ര സ്വഭാവമുള്ള ആൾക്ക് പ്രവേശനം ലഭിച്ചത് ഓസ്ട്രേലിയൻ സുരക്ഷാ ഏജൻസികളുടെ വലിയ പരാജയമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. മോദി പിന്നീട് ഇന്ത്യൻ സമൂഹത്തോട് സംസാരിക്കാൻ എത്തിയ മർവൻ സ്റ്റേഡിയത്തിന് മുന്നിലും ഇതേ തീവ്ര വലതുപക്ഷ സംഘം പ്രതിഷേധവുമായി എത്തിയിരുന്നു. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് അടക്കമുള്ള പ്രമുഖർ പങ്കെടുത്ത ചടങ്ങിൽ പ്രവാസി ഇന്ത്യക്കാരുടെ സംഭാവനകളെ അദ്ദേഹം പ്രകീർത്തിക്കുമ്പോഴും പുറത്ത് ഇന്ത്യ വിരുദ്ധ ശൃംഖലകൾ സജീവമായിരുന്നു എന്നത് ആശങ്കാജനകമാണ്. എന്നിരുന്നാലും ഇത്തരം വെല്ലുവിളികൾക്കൊന്നും ഇന്ത്യയുടെ ആഗോള നയതന്ത്ര മുന്നേറ്റത്തെ തടയാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് പ്രധാനമന്ത്രിയുടെ തുടർന്നുള്ള സന്ദർശനങ്ങൾ. ഓസ്ട്രേലിയൻ സന്ദർശനം പൂർത്തിയാക്കി ന്യൂസിലാൻഡിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണുമായും ചരിത്രപരമായിട്ടുള്ള കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലുള്ള വ്യാപാര കരാറുകൾ പൂർണ്ണ അർത്ഥത്തിൽ നടപ്പാക്കാൻ ഉള്ള നിർണായക രൂപരേഖ ഇരു നേതാക്കളും ചേർന്ന് തയ്യാറാക്കി കഴിഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പരസ്പര വ്യാപാരം 35,000 കോടി രൂപയുടേതാക്കി ഉയർത്താനാണ് ഈ ചർച്ചകളിൽ ധാരണയായിരിക്കുന്നത്. ഇന്ത്യയുടെ ആഗോള സ്വാധീനവും നയതന്ത്ര വിജയങ്ങളും ലോകം അംഗീകരിക്കുമ്പോൾ തന്നെ രാജ്യത്തിന്റെ നായകന് നേരെ ഉണ്ടാകുന്ന ചെറിയ സുരക്ഷാ വീഴ്ചകൾ പോലും ഭാരതം നിസ്സാരമായി കാണില്ല. ശത്രുക്കൾ എവിടെയൊക്കെ ഒളിഞ്ഞിരുന്നാലും അവരെ വെളിച്ചത്ത് കൊണ്ടുവരാൻ നമ്മുടെ അന്വേഷണ ഏജൻസികൾക്ക് കരുത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയൻ മണ്ണിലുണ്ടായ ഈ നുഴഞ്ഞുകയറ്റത്തിന് പിന്നിലെ ആസൂത്രണം പൂർണ്ണമായും പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. ന്യൂസ് ഡെസ്ക് മലയാളം.